മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ പറഞ്ഞു പോകണേ, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കഥയെ പറയും. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചെറിയ കുട്ടിയായിരുന്ന കാലം, വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലം, അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് ഉമ്മ പറഞ്ഞേക്കാൻ. ഈ കഥ ഓരോ സ്ത്രീകളും ശ്രദ്ധിച്ചു കേൾക്കണം, ഓരോരുത്തരും. ഒരാളുടെ ശ്രദ്ധയും എങ്ങോട്ടും തെറ്റിപ്പോകരുത്. വളരെ ചെറിയ കുട്ടിയായിരിക്കെ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ ഉമ്മ പറഞ്ഞേക്കാണ് വീട്ടിൽ നിന്ന്. ഇങ്ങനെയുള്ള ഒരു ഉമ്മയാകാൻ സാധിക്കുമോ എന്നുള്ള പരിശോധന, അത്രമാത്രമേ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ മകൻ പോകുന്ന സമയത്ത് ഒരു പടക്കി ഉമ്മ മകന്റെ മടിയിൽ വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. കയറുകൊണ്ട് നന്നായി ഭദ്രമായി അവന്റെ മടിയിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും. പോകുമ്പോ ആ മകനെ സ്വന്തം സമീപത്തേക്ക് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആ ഉമ്മ പറയാണ്, മോനെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ, എന്ത്? കുലിൽ ഹഖ വഇൻ കാന മുറ, കയ്പാണെങ്കിലും മോനെ നീ സത്യമേ പറയാവൂ, കയ്പാണെങ്കിലും മോനെ നീ സത്യമേ പറയാവൂ എന്നീ ഉമ്മയെ പഠിപ്പിക്കാൻ ഈ കുട്ടിയെ. ഇനി കേട്ടോളൂ, ഇനി ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ മകൻ ഇങ്ങനെ നടന്നു പോകാൻ, ഒരു കുറ്റിക്കാട്ടിലൂടെ നടന്നിങ്ങനെ പോകാൻ. ഇത് കഥയല്ല, ഐതിഹ്യമല്ല, ചരിത്രമാണ്, ജീവിതമാണ്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കുഞ്ഞുനാളിലെ അനുഭവമാണ്. കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്നൊരു കൊള്ളക്കാരൻ ചാടി കൊണ്ട് നിൽക്കവിടെയാണ്. അപ്പൊ ആ കുട്ടി നിന്നു. നല്ല സുസ്മേരവദനായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഉമ്മ വളർത്തിയ മകനാത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, ഒരു ഉമ്മ രൂപപ്പെടുത്തിയെടുത്ത ഒരു മകനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുഞ്ചിരിയോടുകൂടി അവൻ തിരിച്ചു നിന്നു. സുസ്മേരവദനായ അവൻ കൊള്ളക്കാരനോട് ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊള്ളക്കാരൻ പറഞ്ഞു, എന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. എന്റെ ഉമ്മ തന്ന കുറച്ച് പൈസയുണ്ട്, എന്തേ വേണമെന്ന് ചോദിച്ചു. എന്നിട്ട് എടുക്കുക പറഞ്ഞു. ഒക്കെ അയാൾ സ്ട്രോങ്ങില് പറഞ്ഞു. കുട്ടി വളരെ ശാന്തനായി ആ പണക്കിയെടുത്ത് കയ്യിൽ കൊടുത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവൻ നടന്നു പോകാൻ. അത്ഭുതത്തോടുകൂടി ഈ കൊള്ളക്കാരൻ ആ രംഗം നോക്കി നിൽക്കുകയാണ്. അയാളുടെ മനസ്സിലത് അഗാധമായി സ്വാധീനിച്ചു, അഗാധമായി. അതുകൊണ്ട് അദ്ദേഹം നിന്ന് കുറെ സ്തബ്ധനായി ഇങ്ങനെ നിന്നപ്പോ ഈ കുട്ടി ഒരു ഭാവമാറ്റവും ഇല്ലാതെ നടന്ന് വളരെ ദൂരേക്കെത്തി. അയാൾ അവന്റെ പിന്നാലെ ഓടിച്ചെന്നിട്ട്, മോനെ ഒന്ന് നിൽക്കവിടെ. വീണ്ടും ആ കുട്ടി നിന്നു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. മോനെ, നീ ആരാ? ഞാൻ ഒരുപാട് ആളുകളെ കൊള്ള ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പിടിച്ചു പറിച്ചിട്ടുണ്ട്. മോനെ, നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പ്രതികരിച്ചു? ആ കുട്ടി പറയണ, എന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച പ്രവാചകന്റെ വചനം, എത്ര കൈപ്പേറിയ അനുഭവം ഉണ്ടായാലും ജീവിതത്തിൽ കള്ളം പറയരുത് എന്നാണ് എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് കള്ളം പറയാതിരിക്കാൻ, അല്ലെങ്കിൽ കള്ളം പറയാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് എന്റെ ഉമ്മയാണ് എന്നെ രൂപപ്പെടുത്തിയെടുത്തത്. നോക്കൂ, ആ കൊള്ളക്കാരൻ പിന്നീട് വിശ്വാസിയായി തീരുകയാണ്. ഒരു ചെറിയ മകന്റെ സത്യസന്ധതയുടെ മുമ്പിൽ ഒരു കൊള്ളക്കാരന്റെ കൊള്ള എന്നേക്കുമായി അവസാനിക്കുകയാണ്. സഹോദരി മാരെ, നിങ്ങൾ വളരെ അഗാധമായി ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ ഒരു ഉമ്മയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഉമ്മയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കള്ളങ്ങൾ മക്കളെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ട് നമ്മള്. നിങ്ങൾക്കറിയാം, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ കുട്ടി സ്കൂളിൽ പോവുകയാണ്. ഉമ്മ പറയും, ഞങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോയി, ഒന്ന് ലേറ്റ് ആയി പോയി എന്ന് പറ, അല്ലെങ്കിൽ അമ്മായിയുടെ വീട്ടിൽ പോയി എന്ന് പറ, അല്ലെങ്കിൽ ഇന്ന സന്ദർശനത്തിന് പോയി എന്ന് പറ. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാകോ? കള്ളത്തി. എന്റെ ഉമ്മ കള്ളത്തിയാണ്, കള്ളമാണ് പറഞ്ഞു തരുന്നത് എന്നാ കുട്ടിയുടെ മനസ്സിൽ. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മ, മകനെ ഞാൻ നിനക്ക് ഇന്നത് തരാം, കാരൊക്കെ തരാം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയാണ്, നീ സത്യമാണോ പറയുന്നത്? അതെ, അല്ലെങ്കിൽ നീ ആ കുട്ടിയെ കള്ളമാണ് പഠിപ്പിക്കുന്നത്. കണ്ടോ?